ഹലോ എവൻ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഓൺലൈൻ സ്കൂളിങ്ങിനെ പറ്റിയാണ് കേട്ടോ. അതായത് നാട്ടിൽ നിന്ന് യൂറോപ്യൻ കൺട്രീസിലൊക്കെ വന്ന് സെറ്റിൽഡ് ആയവർക്കോ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ഷോർട്ട് പീരീഡിലോട്ട് യൂറോപ്പിൽ വന്ന് നിൽക്കേണ്ടി വരുന്നവർക്കോ വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ് കേട്ടോ കുട്ടികൾക്ക് നാട്ടിൽ നിന്ന് ഓൺലൈൻ സ്കൂളിംഗ് കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു സംവിധാനം. ഇവിടെ എൻ്റെ മോള് ജർമ്മൻ മീഡിയത്തിലാണ് കേട്ടോ പഠിക്കുന്നത്. സ്കൂളിൽ കുട്ടികളെ പിടിച്ചിരുത്തി തറമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു ബെഞ്ചിലിരുത്തി പഠിപ്പിക്കുന്ന ഒരു വേ ഓഫ് എഡ്യൂക്കേഷൻ അല്ല കേട്ടോ ഇവരിവിടെ ഫോളോ ചെയ്യുന്നത്. ജർമ്മൻ മീഡിയം ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കുട്ടികളെ ജർമ്മനിലാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ കൂടുതലും ആക്ടിവിറ്റീസിലാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സ്കൂളിൽ നിന്ന് പല സ്ഥലങ്ങളിലോട്ടും വിസിറ്റ് കൊണ്ടുപോവുക, ഫോറസ്റ്റ് വിസിറ്റ്, ലേക്ക് വിസിറ്റ്, അല്ലെങ്കിൽ സ്കൂളിൽ ജിമ്മ്, സ്വിമ്മിങ്, പിന്നെന്താ പറയുക ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലും ആക്ടിവിറ്റീസ് ബേസ് ചെയ്തിട്ടാണ് ഇവരുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവരോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം മോശമാണെന്നല്ല പറയുന്നത്, പക്ഷേ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നാട്ടിൽ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യാൻ സാധിക്കില്ല. ലൈഫ് ലോങ് ഇവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യാം കേട്ടോ. ഇനി അങ്ങനെയുള്ളവർക്കും നാട്ടിലെ എഡ്യൂക്കേഷനും കൂടി കുട്ടികൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പേരൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ച് മോൾക്ക് നാട്ടിലെ അഡ്മിഷൻ തിരിച്ചു ചെല്ലുമ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ എഡ്യൂക്കേഷനും കൂടി ഫോളോ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഞങ്ങൾക്കത് കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് 2025-26 ബാച്ചിലെ അഡ്മിഷൻ കഴിഞ്ഞ വർഷം തന്നെ നാട്ടിൽ നിന്ന് അത് എടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയത്. എന്നാൽ പലർക്കും ഇങ്ങനെ ഒരു സംവിധാനത്തെ കുറിച്ച് അറിയില്ല. അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓൺലൈൻ സ്കൂളിംഗ് കൊടുക്കുന്ന ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് കേട്ടോ ഇന്ത്യയിൽ. എന്നാൽ ഇതൊന്നും കേരള ബേസ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ മലയാളം എന്നൊരു സബ്ജക്റ്റ് ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ അവൈലബിൾ അല്ല. മലയാളം നമ്മൾ തന്നെ പഠിപ്പിക്കേണ്ടി വരും. ബാക്കി എല്ലാ സബ്ജക്റ്റുകളും അവർ ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ കവർ ചെയ്യുന്നുണ്ട്. ഡെയിലി 2 തൊട്ട് 4 മണിക്കൂർ വരെയാണ് കേട്ടോ ഇവരുടെ ഒരു ക്ലാസ് ടൈം വരുന്നത്. അത് ഓരോ ക്ലാസ്സിനും ഡിഫറെൻ്റ് ആയിരിക്കും. എൻ്റെ മോൾ 1ാം ക്ലാസ്സിലാണ്, അതുകൊണ്ട് അവൾക്ക് നിലവിൽ 2 മണിക്കൂറാണ് ക്ലാസ് വരുന്നത്. ചിലപ്പോൾ ഓരോ പ്ലാറ്റ്ഫോമിലും ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് ഫ്ലെക്സിബിളായ ടൈം ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് K8 സ്കൂൾ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് നാട്ടിൽ. ഇന്റർനാഷണൽ ഓൺലൈൻ സ്കൂൾ, 21K സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓൺലൈൻ സ്കൂൾസ് നമുക്ക് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഞങ്ങൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് K8 ആണ് കേട്ടോ. നിലവിൽ ഇപ്പോൾ അവരുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 വീക്സ് കഴിഞ്ഞു. സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം അവർ തന്നെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ പോരുമ്പോൾ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അഡ്മിഷൻ ഫീസ് അടച്ച ഉടൻ തന്നെ അത് നമുക്ക് കിട്ടി. അതിൽ ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്സ്, പെൻസിൽ, പെന്ന്, കുട്ടികൾക്ക് ആവശ്യമായ ക്രയോൺസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ക്ലാസ്സുകളെല്ലാം വരുന്നത് CBSE കരിക്കുലം ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗതി ഇത്തിരി എക്സ്പെൻസീവ് ആണ്. നമ്മുടെ നാട്ടിലെ ട്രഡീഷണൽ ഓഫ്ലൈൻ സ്കൂളിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം അതിൻ്റെ 4 ഇരട്ടിയോളം നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട് ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട്. എന്നിരുന്നാലും കുട്ടികളുടെ എഡ്യൂക്കേഷൻ ബ്രേക്ക് ആവാതെ നമ്മുടെ എഡ്യൂക്കേഷൻ കൾച്ചർ കൂടി കൊടുത്തുകൊണ്ട് നമുക്ക് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള K8 സ്കൂൾ എന്ന് പറയുന്നത് ഗ്ലോബലി അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു സ്കൂളാണ് കേട്ടോ. 2 ആഴ്ച നമ്മൾ അവരുടെ ഒരു ക്ലാസ്സസ് വാച്ച് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല വർത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പേഴ്സണലി എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. കുട്ടികളെ നന്നായി ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ടീച്ചേഴ്സാണ് കൂടുതലും ഞാൻ കണ്ടത്. അവരെ നല്ല രീതിയിൽ എൻഗേജിങ് ആക്കി വെക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മടുപ്പില്ലാതെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കുട്ടികൾക്കും ഒരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യുന്നതായിട്ടും എനിക്ക് തോന്നിട്ടോ. LKG തൊട്ട് 8th സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസ്സസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. K8 സ്കൂളിൽ 8th സ്റ്റാൻഡേർഡ് വരെയാണ് മാക്സിമം ഉള്ളത്. അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അവർ കൊടുക്കുന്നുണ്ട്. യോഗ, മ്യൂസിക്, ഡാൻസ്, ഇത്തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഇവർ ഈ ഒരു പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആഴ്ചയിൽ 6 ദിവസമാണ് ക്ലാസ് വരുന്നത്. സൺഡേ ഹോളിഡേ ആണ്. എന്തായാലും നല്ലൊരു സംവിധാനമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഇത് ഫീൽ ചെയ്തത്. ആവശ്യമുള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇതിനെക്കുറിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാം, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേറൊരു ദിവസം വരാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.